ഹായ് മക്കളെ, നാം SSLC മാത്സ് ടാൻജൻസ് തൊടുവരകൾ എന്ന ചാപ്റ്ററിന്റെ ക്ലാസ് ആണ് ഇന്നെടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടാൻജന്റ് എന്താണെന്നും അതിന്റെ ടാൻജന്റും റേഡിയസും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നും നാം പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? ഇന്ന് നാം ടാൻജൻസ് ആൻഡ് ആംഗിൾസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ വരകളും അതുപോലെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റുകൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. SSLC മാത്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കണം കേട്ടോ. ഞാൻ ലളിത ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ടാൻജന്റിനും ഈ സർക്കിളിനും കോമൺ ആയി ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തൊടുവരയ്ക്കും വൃത്തത്തിനും പൊതുവായി ഒരു ബിന്ദു മാത്രമേ ഉണ്ടാവൂ എന്നും ആ ബിന്ദുവിൽ കൂടെയുള്ള ആരത്തിന് ലംബമായിരിക്കും ആ തൊടുവര എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ക്ലിയർ? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ആരങ്ങൾ ചേരുന്ന കോണിന്റെയും ആ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേരുന്ന കോണിന്റെയും തുക 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? സപ്ലിമെന്ററി ആയിരിക്കും ആ ആംഗിൾസ്. അതായത് വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ്, ആ രണ്ട് പോയിന്റ്സിൽ കൂടിയുള്ള റേഡിയൻ, ഈ രണ്ട് റേഡിയനും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളും ആ പോയിന്റിൽ കൂടിയുള്ള ടാൻജൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളും എന്താണ്? സപ്ലിമെന്ററി ആണ്. കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് വരകൾ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസും ഈ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയുണ്ട്. വളരെ സിമ്പിൾ അല്ലേ? എങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടെ ഈ കേന്ദ്രത്തിൽ നമുക്കുള്ളത് 100 ഡിഗ്രി ആണെങ്കിൽ തൊടുവരകൾക്കിടയ്ക്ക് എത്ര ഡിഗ്രി ആയിരിക്കണം? 180 ബാക്കിയുള്ള 80 ഡിഗ്രി ആയിരിക്കണം അല്ലെ? ഇവിടെ എത്രയാണോ അതിന്റെ ബാക്കി ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ എത്രയാണോ അതിന്റെ ബാക്കി ഈ സെൻട്രിൽ ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിലെ എക്സസൈസിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ അറിയാം, രണ്ട് ട്രയാങ്കിൾസ്, രണ്ട് ത്രികോണങ്ങളുണ്ട് അല്ലേ? ഒരു ചെറിയ ത്രികോണവും ഒരു വലിയ ത്രികോണവും. ക്ലിയർ? പിന്നെ ഒരു വൃത്തത്തെയും നമുക്ക് ഇവിടെ കാണാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ചെറിയ ത്രികോണം സമഭുജ ത്രികോണമാണ്. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, ABC. അതായത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ 3 സൈഡുകളും തുല്യമാണ്, കൂടാതെ 3 കോണുകളും, ഇതിന്റെ 3 കോണുകളും 60 ഡിഗ്രി വീതമാണ്. മനസ്സിലായില്ലേ? ഇതാണ് തന്ന കാര്യം. രണ്ടാമത് അവർ തന്ന കാര്യം, ഈ ത്രികോണം ABCയുടെ പരിവൃത്തമാണ് ഇത്. സർക്കിൾ ആണ് വരച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതിന്റെ 3 കോർണറുകളിൽ കൂടെയും 3 വെർട്ടിസസിലെയും കൂടെയും കടന്നു പോകുന്ന സർക്കിളാണ് വരച്ചിരിക്കുന്നത്, വൃത്തമാണ് വരച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, മറ്റൊരു വലിയ ത്രികോണത്തെ കാണാം അല്ലേ? ആ വലിയ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം, ഈ 3 വശങ്ങളും നമുക്ക് വലിയ ത്രികോണത്തിന് പേര് കൊടുക്കാം, PQR. നോക്കൂ, PQ എന്ന ഈ വശം, ത്രികോണത്തിന്റെ വശം, ഈ വൃത്തത്തിന്റെ A എന്ന ബിന്ദുവിലുള്ള തൊടുവരയാണ്. ഓക്കെ, ടാൻജന്റ് ആണ്. അതുപോലെ QR എന്ന ഈ വലിയ ത്രികോണത്തിന്റെ വശം C എന്ന ബിന്ദുവിലുള്ള തൊടുവര ടാൻജന്റ് ആണ്. അതുപോലെ തന്നെ PR എന്ന വശം B എന്ന പോയിന്റിൽ കൂടെയുള്ള ടാൻജന്റ് തൊടുവരയാണ്. ഇത്രയാണ് അവർ തന്നിരിക്കുന്നത്. നമുക്ക് 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കണം കേട്ടോ. ഈ ചെറിയ ത്രികോണം സമഭുജം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് തന്നതിൽ നിന്ന് നിങ്ങൾ ഈ വലിയ ത്രികോണം PQR സമഭുജ ത്രികോണമാണ് എന്ന് തെളിയിക്കുക. അതാണ് ആദ്യത്തെ കാര്യം. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് PQR എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈ ചെറിയ ത്രികോണത്തിന്റെ ABC എന്ന ട്രയാങ്കിളിന്റെ സൈഡിന്റെ ഇരട്ടിയാണ്
ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 2 മടങ്ങാണ് എന്ന് തെളിയിക്കണം. അതായത് 2 ടൈംസ് BCയുടെ 2 ടൈംസ് ആണ് PQ എന്നും AC എന്ന ചെറിയ ത്രികോണത്തിന്റെ വശത്തിന്റെ 2 ടൈംസ് ആണ് PR. ഇങ്ങനെ 3 സൈഡുകളും ABയുടെ 2 ടൈംസ് ആണ് QR എന്നുമാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തെളിയിക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഇവിടെ ത്രികോണം ABC സമഭുജ ത്രികോണം, അതുകൊണ്ട് ഇതിനെ ഞാൻ 60 ഡിഗ്രി എന്ന് എഴുതാണ്, 60 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഈ ആംഗിളിലേക്ക് എത്താൻ സാധിക്കുമോ? വലിയ ത്രികോണം PQRന്റെ ആംഗിളിലേക്ക് ഈ തന്ന ആംഗിളിൽ നിന്ന് നമ്മൾ എങ്ങനെ എത്തും? ആലോചിച്ച് നോക്കൂ. A എന്ന പോയിന്റിൽ കൂടെയും C എന്ന പോയിന്റിൽ കൂടെയും കടന്നു പോകുന്ന ആരങ്ങൾക്കിടയിലുള്ള കോണും ആ പോയിന്റിൽ കൂടെയുള്ള തൊടുവരകൾക്കിടയിലുള്ള കോണും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണത്രേ. പക്ഷേ ഇത് ഈ ആംഗിളും നമുക്ക് അറിയില്ല. ഈ ആംഗിൾ കാണാനുള്ള മാർഗമുണ്ടോ? നോക്കൂ, ഇതൊരു സെൻട്രൽ ആംഗിൾ ആണ്. ഏത് ആർക്കിന്റെ, ചെറിയ AC എന്ന ആർക്കിന്റെ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അത് 60 ഡിഗ്രിയാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ സെൻട്രൽ ആംഗിൾ 120 ആവേണ്ടതല്ലേ? വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതായത് ആംഗിൾ B = 60 ഡിഗ്രി ഇംപ്ലൈസ്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആംഗിൾ B 60 ഡിഗ്രി എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആംഗിൾ AOC = 2 × 60 120 ഡിഗ്രി എന്നാണ് കിട്ടുക. ഓക്കെ, ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? ഇത് രണ്ടും കൂട്ടിയാൽ 180 ആവേണ്ടതല്ലേ? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇംപ്ലൈസ് ആംഗിൾ Q = 180 - 120, അതായത് 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? അതായത് ഈ ആംഗിൾ 60 ഡിഗ്രിയിലേക്കാണ് നമ്മൾ എത്തിയത്. നമുക്ക് ലക്ഷ്യം എന്തായിരുന്നു? PQR ഒരു സമഭുജ ത്രികോണം അല്ലേ? നമ്മളിപ്പോൾ തെളിയിക്കാൻ പോകുന്നത് Pയും Qവും Rഉം 60 ഡിഗ്രി വീതമാണ് എന്ന് തെളിയിച്ചാൽ പോരെ? അതിലേക്കാണ് എത്തുന്നത് കേട്ടോ. ഇതേപോലെ ആംഗിൾ A 60 ഡിഗ്രി എന്നതിൽ നിന്ന് നമുക്ക് ഇവിടെ എങ്ങനെ യോജിപ്പിച്ചാൽ ഇത് 120ലേക്ക് എത്താം. 60ന്റെ ഇരട്ടിയാണ് 120 ഇവിടെ വരിക, കേന്ദ്രത്തിൽ വരിക. ഇത് 120 ആണെങ്കിൽ ഇവിടെ 60ലേക്ക് എത്താൻ പറ്റും അല്ലെ? എങ്ങനെ എഴുതി ഫലിപ്പിക്കും? ആംഗിൾ A = 60 ഡിഗ്രി, ആംഗിൾ A = 60 ഡിഗ്രി ഇംപ്ലൈസ് ആംഗിൾ BOC = എത്ര? നിങ്ങൾ സ്വയം നോട്ട് ചെയ്തു, 120 ഡിഗ്രി അല്ലേ? 2 × 60 ഇംപ്ലൈസ് ഇത് എത്തിക്കഴിഞ്ഞാൽ നേരെ ആരങ്ങൾക്കിടയിലെ കോൺ കിട്ടിക്കഴിഞ്ഞാൽ തൊടുവരകൾക്കിടയിലുള്ള കോൺ 180 മൈനസ് ആയിരിക്കും. അതായത് ആംഗിൾ R = 180 - 120 = 60 ഡിഗ്രി എന്ന് കിട്ടും. ഇതുപോലെ സിമിലർലി ഇതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 എണ്ണം കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതുപോലെ നമുക്ക് ആംഗിൾ Pയും എത്ര തന്നെയായിരിക്കും? ആംഗിൾ Pയും 60 ഡിഗ്രി ആയിരിക്കും. നമുക്ക് കിട്ടിയത് ആംഗിൾ P = ആംഗിൾ Q = ആംഗിൾ R = 60 ഡിഗ്രി. ഇതിന്റെ അർത്ഥം എന്താണ്? therefore ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ത്രികോണം PQR സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ത്രികോണം PQR സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കഴിഞ്ഞത്. വളരെ സിമ്പിളായി ചിത്രത്തിൽ നിന്ന് തന്നെ അത് തെളിയിക്കാൻ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആംഗിൾ 60 ആണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 120 ആയിരിക്കും. സെൻട്രലിലെ റേഡിയസിനിടയ്ക്ക് 120 ആണെങ്കിൽ ടാൻജൻസിനിടയ്ക്ക് 60 ആയിരിക്കും. ക്ലിയർ? ഇത് 60 എന്ന് വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ 50 ആണെങ്കിൽ ഡബിൾ ഇവിടെ 100 ആയിരിക്കുമെന്നും 100ഉം 80ഉം ആണ്. അപ്പോൾ ഇവിടെയും 80 ആയിരിക്കുന്നു. ക്ലിയർ? പല കുട്ടികൾക്കും തെറ്റ് പറ്റാറുണ്ട്. 60 120 എന്നുള്ള തമ്മിലുള്ള ബന്ധം 2 × 60ഉം 120 ആണ്. 180 - 60ഉം 120 തന്നെയാണ്. 2 ഐഡിയാസ് ആണ് ഇവിടെ പ്രയോഗിച്ചത് കേട്ടോ. ത്രികോണം PQR സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി നമുക്ക്
ഈ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ, അതായത് പി ക്യു എന്ന വശം ഈ ചെറിയ ത്രികോണത്തിന്റെ വശത്തിന്റെ ഇരട്ടിയാണ്, 2 ടൈംസ് ആണ് എന്ന് തെളിയിക്കണം. നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നോക്കൂ മക്കളെ, നമ്മുടെ ചതുർഭുജം എ ബി സി ക്യു പല രീതിയിലും ഇത് തെളിയിക്കാം. ഞാൻ ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. എ ബി സി ക്യു എന്ന ചതുർഭുജം നോക്കുക, നിങ്ങൾക്ക് കാണാനുണ്ടാവും അല്ലേ? ഇതിനുള്ളിലുള്ള ഏങ്കിൾ എഴുതിയത് കൊണ്ടാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. എ ബി സി ക്യു എന്ന ഈ ഒരു ഭാഗം നോക്കുക. നമുക്കറിയുന്നത് ഇതിന്റെ ഈ കോൺ 60 ഡിഗ്രിയാണ് എന്നാണ്. അതിന്റെ നേരെതിരെയുള്ള ക്യു എന്ന കോണും 60 ഡിഗ്രിയാണ്. കണ്ടോ, 60ഉം 60ഉമാണ്. ഓപ്പോസിറ്റ് ഏംഗിൾസ് ഈക്വൽ ആണ്, എതിർകോണുകൾ ഈക്വൽ ആണ്. എതിർകോണുകൾ തുല്യമായ ചതുർഭുജത്തിന് ഒരു പേരുണ്ടല്ലോ. എന്താണത്? ഏത് ചതുർഭുജത്തിനാണ് എതിർകോണുകളെ തുല്യമാക്കുക? സാമാന്തരികം അല്ലേ? അതുകൊണ്ട് ഈ എ ബി സി ക്യു സാമാന്തരികമാണ് എന്ന് കിട്ടും അല്ലെ? എതിർകോണുകൾ തുല്യം. കോൺ ബി ഈക്വൽ ടു കോൺ ക്യു ഈക്വൽ ടു 60 ആണ് അല്ലെ? എതിർകോണുകൾ തുല്യമായതുകൊണ്ട് ഓപ്പോസിറ്റ് ഏംഗിൾസ് ഈക്വൽ, therefore ABPQ parallelogram. ABCQ parallelogram. എതിർകോണുകൾ തുല്യം ആയതുകൊണ്ട് ചതുർഭുജം ABCQ സാമാന്തരികം, അതായത് പാരലലോഗ്രാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ വിഷമിക്കേണ്ട, ഞാൻ ടേംസ് പറയാം. ഞാൻ ഇടയ്ക്ക് മലയാളം മീഡിയം എടുക്കാം എന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. നോക്കൂ, എതിർകോണുകൾ തുല്യമായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്ത ABCQ എന്നുള്ളത് ഒരു സാമാന്തരികമാണ്. ക്ലിയർ? സാമാന്തരികം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും BC ഈക്വൽ ടു AQ. therefore BC ഈക്വൽ ടു AQ. കൂടാതെ AB ഈക്വൽ ടു QC. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ സൈഡിന്റെ നീളമാണത്രേ ഇവിടെ, അതേപോലെ ഈ നീളമാണ് ഇവിടെ. ഇവിടെ എന്തുണ്ടായത്? ഈ ചെറിയ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ഇവിടെ AQ എന്നാണ് കിട്ടിയത്. ഇനി തിരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സാമാന്തരികം എടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു സാമാന്തരികമാണ്. കണ്ടോ? അപ്പൊ നമുക്ക് ഈ വശത്തിന്റെ നീളം ഇതിനോടും ഈ വശത്തിന്റെ നീളം ഇതിനോടും തുല്യമാണെന്ന് കിട്ടും. ചിത്രത്തിൽ കാണാനില്ലേ മക്കളെ നിങ്ങൾക്ക്? നമ്മൾ അവിടേക്കുള്ള ഒരു സാമാന്തരികമാണ് എടുത്തതെങ്കിൽ തിരിച്ച് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഈ സാമാന്തരികം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വശത്തിന്റെ നീളമാണ് ഇത്, ഈ വശത്തിന്റെ BC ക്ക് ഈക്വൽ ആണ് PA. അപ്പൊ BC ക്ക് ഈക്വൽ ആണ് AQ, BC ക്ക് ഈക്വൽ ആണ് PA, AP. അതായത് ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ 2 ടൈംസ് ആണ് PQ എന്നാണ് അല്ലേ? 2 ടൈംസ് ആണ് PQ. ഇതുപോലെ സിമിലർലി എന്ന് പറഞ്ഞാൽ മതി. ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും BC ഈക്വൽ ടു AP, BC ഈക്വൽ ടു AP, AC ഈക്വൽ ടു BP. ക്ലിയർ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ്. therefore BC ക്ക് തുല്യമാണ് AQ, അതുപോലെ AP. BC ക്ക് തുല്യമാണ് AQ, അതുപോലെ BC ക്ക് തുല്യമാണ് AP. ക്ലിയർ? അതായത് PQ ഈക്വൽ ടു 2 ടൈംസ് BC. therefore PQ ഈക്വൽ ടു 2 ഗുണം BC. വലിയ ത്രികോണത്തിന്റെ ഒരു വശം എന്താണ്? 2 ഗുണം BC ആയിരിക്കും. ചെറിയ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ 2 മടങ്ങായിരിക്കും. അതുപോലെ വലിയ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളങ്ങളും ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങളുടെ 2 മടങ്ങ് ആയിരിക്കും, 2 ടൈംസ് ആയിരിക്കും എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ചിത്രം മനസ്സിലാക്കി ചെയ്താൽ അത് നിങ്ങൾക്ക് ക്ലിയറായി കിട്ടും. ഇതൊരു സാമാന്തരികമാണ് എന്നൊരാശയമാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. വേറെയും തരത്തിൽ ഇത് തെളിയിക്കാം. ഞാനിവിടെ 60 ആണെങ്കിൽ അവിടെ 60 ആണ്. അതായത് എതിർകോണുകൾ തുല്യമാകുന്നത് സാമാന്തരികത്തിലാണ്. അതുകൊണ്ട് BCQ ഒരു സാമാന്തരികമാണ്. അതുകൊണ്ട് BC എന്ന നീളം AQവിന് തുല്യമാണ്. അതുപോലെ തിരിച്ച് ഈ നീളവും ഇതിന് തുല്യമാണ്.
ഓക്കെ, ഇതുപോലെ നമുക്ക് ഇവിടെയുള്ള ഈ സാമാന്ത്രികത്തിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ 60 അതുകൊണ്ട് നമുക്ക് ഇതും ഒരു സാമാന്ത്രികമാണ്. ഇതേപോലെ തന്നെ നമുക്ക് പറയാം ബി സി ഈക്വൽ ടു എ പി എന്ന് തെളിയിക്കാം. അതിൻ്റെ അർത്ഥം ബി സി ഈക്വൽ ടു എ ക്യു, ബി സി ഈക്വൽ ടു എ പി. അതിൻ്റെ അർത്ഥം എന്താണ്? മൊത്തം പി ക്യു ഈക്വൽ ടു പി എ പ്ലസ് എ ക്യു. പി എക്ക് പകരം ബി സി എഴുതാം. ഇത് ബി സി ആണ്. ബി സി പ്ലസ് ബി സി 2BC എന്ന് പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ സ്വയം നോട്ട് ചെയ്ത് നോക്കൂ. കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഇത് ഞാൻ മുഴുവനാക്കിയിട്ടില്ല, നിങ്ങൾ കംപ്ലീറ്റ് ആക്കി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ചെറിയ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം 3 സെന്റിമീറ്റർ എങ്കിൽ നമുക്ക് ഈ ചിത്രം വരയ്ക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക നോക്കാം മക്കളെ. ചെറിയ ത്രികോണം സമഭുജ ത്രികോണമാണ് എന്ന് അവർ തന്നിട്ടുണ്ട് അല്ലേ. 3 സെന്റിമീറ്റർ വശമുള്ള സൈഡുള്ള ഈക്വലേറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം വരയ്ക്കാൻ എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെയാണ് വരയ്ക്കുക? 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ 3 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ച് നമുക്ക് 60 ഡിഗ്രി 2 സൈഡിലും അളന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ തന്നെ അകലം എടുത്തുകൊണ്ട് നമുക്ക് കോമ്പസിൽ മാർക്ക് ചെയ്യാം അല്ലേ. നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം. 3 സെന്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണം വരയ്ക്കൂ, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കൂ. ഞാനും ചെയ്യാം കേട്ടോ. നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ ചെയ്യും എന്ന് വിചാരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചിത്രമായിരിക്കില്ല, നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ പുറമേ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. സെൻട്രലായിട്ട് തന്നെ, അതായത് നോട്ട്ബുക്കിൻ്റെ മുകൾ ഭാഗത്തോ താഴ്ഭാഗത്തോ വരയ്ക്കാതെ ഒരു പേജ് മുഴുവൻ എടുത്തുകൊണ്ട് തന്നെ ഈ ചിത്രം വരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 3 സെന്റിമീറ്റർ വര വരച്ചില്ലേ? അതിനെ 2 അറ്റത്ത് നിന്നും ഇതേ അകലത്തിൽ 3 സെന്റിമീറ്റർ തന്നെ എടുത്തുകൊണ്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യുന്നു. ചാപങ്ങൾ 2 അഗ്രബിന്ദുക്കളിലും ചേർത്ത് വെച്ച് ചാപം വരയ്ക്കുക കേട്ടോ. ചേർത്ത് വരയ്ക്കുക. ഞാൻ 2 പകുതിയേക്കാൾ കൂടുതൽ നീളം എടുത്തുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഏതെങ്കിലും 2 ചാപങ്ങൾ അടയാളപ്പെടുത്താം. മുകളിലും താഴെയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഏകദേശം സെൻറ്റർ നോക്കിക്കൊണ്ട് ഏകദേശം ഐഡിയ ഇട്ടുകൊണ്ട് ചാപം ഇടുക കേട്ടോ. 2 ചാപങ്ങൾ ഇടുക. ഞാൻ താഴെയുള്ള സൈഡിൻ്റെയാണ് മധ്യലംബം വരയ്ക്കുന്നത്. താഴെയുള്ള സൈഡിൻ്റെ മുകളിലും താഴെ ഞാൻ ആർക്കുകൾ ചാപങ്ങൾ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. നോക്കാം, ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഒരു വശത്തിൻ്റെയും കൂടി ലംബ സമഭാജി വരച്ചു നോക്കൂ. ഈ സൈഡിൻ്റെ മുഴുവൻ നീളം ഇത്രയാണ്. ഞാൻ ഏകദേശം അതിൻ്റെ 3/4 ഭാഗത്തോളാണ് ഇപ്പോൾ എടുത്തത്. ഏതെങ്കിലും അളവ് എടുക്കുക കേട്ടോ. 2 ഭാഗത്തും ചാപിടുക. കാണാനില്ലേ? രണ്ട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെയും കൂട്ടിമുട്ടിയിട്ടുണ്ട്. 2 കൂടി ചേർത്ത് യോജിപ്പിക്കുക. ലൈൻ വരയ്ക്കുക. 2 മധ്യലംബങ്ങളും യോജിക്കുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ഈ 2 മധ്യലംബങ്ങളും യോജിക്കുന്ന പോയിന്റിൽ കോമ്പസ് കുത്തി ത്രികോണത്തിന്റെ മൂലകളിലേക്കുള്ള അകലം, ത്രികോണത്തിന്റെ വെർട്ടിസസിലേക്കുള്ള അകലം റേഡിയസ് ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ ചിത്രം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. 2 മധ്യലംബങ്ങളും 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ സർക്കിളിന്റെ സെന്റർ സർക്കിൾ പരിവൃത്തത്തിന്റെ സെന്റർ പരിവൃത്ത കേന്ദ്രം O എന്നാണ് അടയാളപ്പെടുത്തുകയാണ്. എല്ലാവരും ഇതുവരെ എത്തിയിട്ടുണ്ടാകും അല്ലേ. അതായത് ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ചിട്ടുണ്ടാവും. നിങ്ങൾ കോമ്പസ് എടുക്കുമ്പോൾ നന്നായി ടൈറ്റ് ആയിട്ടില്ലേ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പെൻസില് നല്ല കൂർപ്പിച്ചിട്ട് വേണം വരയ്ക്കാൻ ആയിട്ട് കേട്ടോ. ഞാൻ കൊണ്ട് വരച്ച കാരണം കുറച്ച് പെർഫെക്ഷൻ കുറവായിട്ടാണ് തോന്നുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് 3 പോയിന്റ് വൃത്തത്തിലെ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാൻജൻസ് തൊടുവരകളാണ് ഇനി നമുക്ക് വേണ്ടത് അല്ലേ. ആ തൊടുവരകൾ കൂട്ടിമുട്ടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമഭുജ ത്രികോണം ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ പല കുട്ടികൾക്കും തെറ്റുന്ന ഒരു ഐഡിയ ഉണ്ട്. ഏന്ന പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഏത് വരയാണ് നമ്മൾ നീട്ടേണ്ടത്
എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഏത് വരയിലാണ് നമ്മൾ 90 ഡിഗ്രി എടുക്കേണ്ടത്? അതായത് ഈ വരയോ ത്രികോണത്തിന്റെ ഈ സൈഡോ അല്ല, ഇത് വൃത്തത്തിന്റെ ആരവുമായിട്ടാണ്. ആരം, ഇത് ആരം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഈ വര മുഴുവനായിട്ടില്ല. ശ്രദ്ധിക്കുക, നമ്മൾ വീണ്ടും ആരങ്ങൾ വരയ്ക്കണം. എ എന്ന പോയിന്റിലേക്ക് ആരം വരയ്ക്കുക, അതുപോലെ ബി എന്ന പോയിന്റിലേക്ക് വരയ്ക്കുക, അതുപോലെ സി എന്ന പോയിന്റിലേക്കും വരയ്ക്കുക. ഈ ആരം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം 90 ഡിഗ്രി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. കുറച്ചും കൂടെ നീട്ടി വെച്ചാൽ മതി. പുറമേക്ക് കുറച്ച് നീട്ടി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് 90 ഡിഗ്രി ഉണ്ടാക്കേണ്ട പണിയാണ്. ആ 90 ഡിഗ്രി ഉണ്ടാക്കല് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ 3 തരത്തിൽ കാണിച്ചിരുന്നു. നന്നായി ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ കോമ്പസ് കൊണ്ട് തന്നെ അത് വരയ്ക്കുക കേട്ടോ. അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ആക്കൂ. 90 ഡിഗ്രി അളന്നിട്ട് ചെയ്യണവര് അളന്ന് ചെയ്യാം, കോമ്പസ് യൂസ് ചെയ്യുന്നവര് അതുപോലെ ചെയ്ത് അത് ചിത്രം കംപ്ലീറ്റ് ആക്കും. ലംബങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് ഈ വരയല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ആരമാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഓരോ ആരമാണ് നീട്ടിയെടുക്കേണ്ടത്. അവിടെയാണ് 90 ഡിഗ്രി, ആ വരയ്ക്കാണ് ലംബം വരയ്ക്കേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു പുതിയ ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ടാവും. സമഭുജ ത്രികോണമാണ് ഇത്. ഇതിൻ്റെ സൈഡാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ചെറിയ വശത്തിൻ്റെ ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞത് അല്ലേ, തെളിയിച്ചത്. അതായത് നിങ്ങൾ 3 ഇവിടെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് 6 സെൻറ്റിമീറ്റർ വീതമായിരിക്കും ഓരോ വശവും അളക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും വരച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ. ചെറിയ ചിത്രത്തിൻ്റെ വശം 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ വശം 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മളോട് അളക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ഈ ചിത്രം വരയ്ക്കാനേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് 3 വീതം എന്ന് എഴുതുക. ഇത് 60 ആണ്. നമുക്ക് 60 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. 60 എന്ന് എഴുതിയില്ലെങ്കിലും വിരോധമില്ല. അതിരിക്കുന്ന അളവ് 3 സെൻറ്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണം എന്നൊരാശയാണ്. ആ 3 സെൻറ്റിമീറ്റർ അളവ് നിർബന്ധമായിട്ടും എഴുതണം. കേട്ടല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ത്രികോണത്തിന് ഒരു പേര് കൊടുക്കാം, PQR. 2 സമഭുജ ത്രികോണങ്ങളാണ്, ത്രികോണം ABCയും ത്രികോണം PQR. നിങ്ങൾ 2 or 3 പ്രാവശ്യം ഇത് വരച്ചു നോക്കൂ കേട്ടോ. പരിവൃത്തവും തൊടുവരകളും ഒരുമിച്ച് വരുന്ന ഒരു ചിത്രമാണത്. നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. വീഡിയോ ലെങ്തി ആയി പോകും, അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.